ജിമ്മന്മാർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ഹൈ പ്രോട്ടീൻ ചിക്കൻ ബ്രസ്റ്റ് എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. അതിനുവേണ്ടി ഞാൻ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് 2 എടുത്തിട്ടുണ്ട്. അത് 3-4 വരകളിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ അതിനുശേഷം കുറച്ച് മല്ലിയില ചേർക്കുക അതേപോലെ അരിഞ്ഞത്, പിന്നെ ഒരു 2 ടീസ്പൂൺ തൈര് ചേർക്കാം, പിന്നെ ഒരു അര ചെറുനാരങ്ങ നീര് അത് പിഴിയാം, പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 2 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലാത്തവർക്കാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ ഇടയിൽ നമുക്ക് മയോണൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മയോണൈസും കൂടെ ചേർത്താൽ നല്ലതാണ്. മയോണൈസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, തൈര് കുറവായിട്ടാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കൂടെ തൈര് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കുക. എത്ര പറ്റുമോ അത്ര നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ്. ഇനിയിപ്പോൾ പിറ്റേ ദിവസത്തേക്ക് എടുക്കാനാണെങ്കിൽ തലേന്ന് ഇതേപോലെ വെച്ചാലും മതി. ഏതായാലും 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് പാനിൽ ബട്ടർ ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മെല്ലെ 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 ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ എടുത്തിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ചിക്കൻ ബ്രസ്റ്റ് വെന്തിട്ടുണ്ടാവും. അത് നല്ലോണം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ബട്ടർ പോരെങ്കിൽ മാത്രം ഇനി ഇട്ടാൽ മതി. ഇപ്പം ഈ ബട്ടർ തന്നെ ധാരാളം മതി. 2 സൈഡും മാറി മാറി തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിക്കുക. അപ്പം നമുക്ക് ഏകദേശം നമ്മളെ ചിക്കൻ ബ്രസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ കൂടെയും വേണ്ടി കഴിക്കാം. ഇത് ഇനി ഒരു പ്ലേറ്റിലേക്ക് എടുത്ത ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വിതറി പാനിലുണ്ടായിരുന്ന ബാക്കി ബട്ടറും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കങ്ങനെ ഉപയോഗിക്കാം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.